ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫോക്ക് ടെയിൽ ബൈ A.K. രാമാനുജൻ. A.K. രാമാനുജൻ, അട്ടിപ്പാടി കൃഷ്ണസ്വാമി രാമാനുജൻ ഒരു ഇന്ത്യൻ പോയറ്റാണ്, സ്കോളറാണ്, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റാണ്. അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക്സിൻ്റെ പ്രൊഫസറാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ. ദെൻ ഒരു ട്രാൻസ്ലേറ്ററും പ്ലേ റൈറ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് കളക്ഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ദ സ്ട്രൈഡേഴ്സ്, Hokulai, Huluvilla and Relations, Selected Poems and Second Sight. He also contributed to cultural theories of South Asia with works such as Is There an Indian Way of Thinking? Okay, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് A.K. രാമാനുജൻ. And also he was born in Mysore, India. He earned degrees at the University of Mysore and Deccan College in Pune and PhD from Indiana University. അപ്പോൾ ഇതൊരു ബുക്കായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഫോക്ക് ടെയിൽസ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ A.K. രാമാനുജൻ്റെ. ഇതെന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഓറൽ ടെയിൽസ് ഫ്രം 22 ലാംഗ്വേജസ്. ഒരു 22 ലാംഗ്വേജസിലുള്ള ഓറൽ ട്രഡിഷനുള്ള സെലക്ഷൻ ഓഫ് വർക്ക്സ് ആണ് ഇതെന്ന് പറയുന്നത്. 110 സ്റ്റോറീസ് ഉണ്ട്. ഒറിജിനേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പാർട്സാണ്, കൺട്രിയിൽ ഡിഫറെൻറ്റ് പാർട്സിലായിട്ടാണ് ഒറിജിനേറ്റ് ചെയ്തത് ഈ സ്റ്റോറീസ് എല്ലാം. ഇപ്പം നമുക്കറിയാം ഫോക്ക് ടെയിൽസ്. എന്താണ് ഫോക്ക് ടെയിൽസ്? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും വായിക്കുന്ന ഫെയറി ടെയിൽസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ നമ്മുടെ ഇടയ്ക്ക്. അപ്പം അതുപോലെ എന്താണ് പഴയ രാജകുമാരി കഥകൾ, അങ്ങനെയുള്ള ഫോക്ക് ടെയിൽസ് ഉണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ പല പല സ്ഥലത്ത് നിന്ന് ഫോക്ക് ടെയിൽസ് എന്ന് പറഞ്ഞാൽ ആരാ എഴുതിയെന്ന് നമുക്കറിയുമോ? അറിയില്ല. പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു നാടോടി കഥകൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെയുള്ള കഥകൾ. ഇതെന്ന് പറയുന്നത് 22 ലാംഗ്വേജസ് ഉണ്ട്. 22 ലാംഗ്വേജസിലായിട്ട് എന്താണ് ഒരുപാട് പല പല സ്ഥലത്ത് നിന്ന് 110 സ്റ്റോറീസിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഈ ബുക്ക് ഇറ്റ് ഈസ് ആൻ പ്രസൻറ്റ് എക്സാമ്പിൾ ഓഫ് ഫേവറേറ്റ് നറേറ്റർ ഫ്രം സബ് കോണ്ടിനെൻറ്റ്. എ സെലക്റ്റഡ് ടെയിൽസ് ആർ ഫ്രം ആക്ച്വൽ ടെല്ലേഴ്സ്. അതുപോലെ അദ്ദേഹം സ്കോളറും ഓതറും ഫോക്ലോറിസ്റ്റും ഒക്കെയാണ്. അദ്ദേഹം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണിതെന്ന് പറയുന്നത്. അത് ഇൻട്രൊഡക്ഷൻ ബൈ രാമാനുജൻ ഹെൽപ്പ് ഇൻ കോണ്ടെക്സ്റ്റലൈസിങ് ദി സ്റ്റോറീസ് ഫ്രം പെർസ്പെക്റ്റീവ് ഓഫ് ഫോക്ലോറിസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് എ ടെയിൽ. ഇതിലൂടെ നമുക്ക് ആ ടെയിലിൻ്റെ കോണ്ടെക്സ്റ്റും ഫംഗ്ഷനും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. Then its significance and meaning and fitment of amongst the other text and performances of specific culture. This story in which category is not by region but by the theme. So we have stories with the male centered. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. മെയിൽ സെൻറ്റേർഡ് സ്റ്റോറീസ് ഉണ്ട്, ഗോഡ്സിൻ്റെ ഡെമോൺസിൻ്റെ സ്റ്റോറീസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, അനിമൽ സ്റ്റോറീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് റീജിയൻ ഉണ്ട്, അതുപോലെ കൾച്ചറൽ ഐഡിയോസിൻക്രാസിസ്, മൈഗ്രേഷൻ എല്ലാം അതിൽ വരുന്നു. പിന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള തെനാലി രാമൻ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടല്ലോ, അക്ബർ ആൻഡ് ബീർബൽ, അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള പ്രൊട്ടഗണിസ്റ്റുകൾ, ഈവിൾ ക്യൂൻ, കണ്ണിങ് സിസ്റ്റർ, പെനിലെസ് ബ്രാഹ്മൺ, ഡോട്ടർ ഇൻ ലോ, ടോർച്ചർ ഡോട്ടർ ഇൻ ലോ ആൻഡ് ക്ലവർ പ്രിൻസസ്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ഷിവേൾറിക് സ്റ്റോറീസും എല്ലാം. നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോയ ഇതിനകത്ത് തന്നെ എനിവൺ സ്റ്റഡിങ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ നീഡ് ടു സ്റ്റഡി നോട്ട് ഓൺലി ഇറ്റ്സ് റിട്ടൺ ക്ലാസിക്സ് ബട്ട് ഓറൽ ട്രഡീഷൻസ് ഓഫ് വിച്ച് ഫോക്ലോർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പം ഇതിനകത്ത് ഓതർ പറയുന്നത് ആരെങ്കിലും ഇന്ത്യൻ കൾച്ചറൊക്കെ സ്റ്റഡി ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെന്താണ് റിട്ടൺ ക്ലാസിക്സ് മാത്രമല്ല ഓറൽ ട്രഡീഷനിലും ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നതെന്ന്. ഫോക്ലോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണെന്നാണ് പറയുന്നത്. ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ആയാലും ഫാമിലി ആയാലും കമ്മ്യൂണിറ്റീസ് ആയാലും സിംബോളിക് ലാംഗ്വേജ് ആയാലും നോൺ ലിറ്ററേറ്റ് പാർട്സിനായാലും പീപ്പിൾ കൾച്ചർ എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാവരുടെ ഇടയിലും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ഫോക്ലോറിൽ എന്തൊക്കെ വരും? പ്രോവർബ് വരും, ലല്ലബി വരും, ഫോക്ക് മെഡിസിൻ വരും, ഫോക്ക് ടെയിൽ വരും. ദെൻ വാട്ട് ഈസ് വെർബൽ ഫോക്ലോർ? വെർബൽ ഫോക്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ വേ ഓഫ് ഡിഫൈനിങ് വെർബൽ ഫോക്ലോർ ഓഫ് ഇന്ത്യ ടു സേ ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ ഓഫ് ഡയലക്ട്സ് എന്നാണ് പറയുന്നത്. അത് മദർ ടങ്, വില്ലേജ്, സ്ട്രീറ്റ്, കിച്ചൺ, ട്രൈബൽ ഹട്ട്, ടീ ഷോപ്പ്, വേ ബേസ്ഡ് ഇന്ത്യൻ, അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരുപാട് ലാംഗ്വേജസ് അവിടെ ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അസമീസ്, ബംഗാളി, ഒറിയ, പഞ്ചാബി, ഉറുദു, ഒരുപാട് നമ്പർ ഓഫ് പീപ്പിൾസും 1971 സെൻസസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ A.K. രാമാനുജൻ്റെ ഒരു എമിനൻ്റ് പോയറ്റും ഒക്കെയാണ് ക്ലാസിക്കൽ മോഡൽ ലിറ്ററേച്ചറിൽ തന്നെ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഫോക്ക് ടെയിൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് 110 ടെയിൽസ് ഉണ്ട്. അത് 22 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇന്ത്യയിൽ തന്നെ. പിന്നെന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ വരും, ഇതിൽ ഡൊമസ്റ്റിക് കൾച്ചർ ഒക്കെ, ഡൊമസ്റ്റിക് കൾച്ചർ, അതുപോലെ തന്നെ ഫോക്ക് ഇഡിയംസ്, പ്രോവർബ്സ്, അതുപോലെ ക്ലാസിക് എപ്പിക് തിയേറ്റർ ഫിലിം, ഇതൊക്കെ ഇതിനകത്ത് ഓൾ ട്രഡീഷൻസിലും ഫോക്ക് ഫോംസിലും വരും. പിന്നെ രാമാനുജൻ പറയുന്നത് വേർബൽ ഫോക്ലോറിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത് സിംഗുലർ അല്ല പ്ലൂറൽ ആണെന്നാണ് പറയുന്നത്. സെറ്റ് ഓഫ് ക്രിയേറ്റീവ് പാൻ ഇന്ത്യൻ സിസ്റ്റംസ് ആയിട്ടുള്ള ബ്രാഹ്മണിസം, ബുദ്ധിസം അങ്ങനെയുള്ള കാര്യങ്ങൾ, തന്ത്ര, ഭക്തി, ഇൻട്രാക്റ്റീവ് വിത്ത് റിട്ടൺ ആൻഡ് സേക്രഡ് ടെക്സ്റ്റ്, അതെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം ഇതിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള പല പല കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഫോക്ലോർ ടെയിൽസ് എങ്ങനെയാണ് പറയുന്നതിൽ ഓരോ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ആൻഡ് നോൺ പ്രൊഫഷണൽ ടെയിൽസിനെ പറ്റി പറയുന്നുണ്ട്. ബാർഡിക് ട്രൂപ്സിനെ പറ്റിയും എല്ലാം അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. വില്ലേജസ് ദർ ആർ ബാർഡിക് ട്രൂപ്സ് ആൻഡ് ദാറ്റ് പ്രൊഫൗണ്ട് എപ്പിക്സ് ആൻഡ് കാസ്റ്റ് ഹീറോസ്, അതുപോലെ തന്നെ ലോക്കൽ ഗാഡ്സ് ആൻഡ് സെയിൻസ് എല്ലാം ഡിഫറെൻറ്റ് റോൾസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടെയിൽസ് ഉണ്ട്, അനക്ഡോട്ട്സ് ഉണ്ട്, ആസ് വെൽ ആസ് പോംസ് ആൻഡ് സോങ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് ടെല്ലേഴ്സ് എന്ന് വെച്ചാൽ ടെൽ ദ ടെയിൽ ടു ചിൽഡ്രൻ ടു ദ ഫാമിലിയിലെ ചിൽഡ്രന് വേണ്ടി ഡൊമസ്റ്റിക് ടെയിൽസ് പറയുന്ന ആൾക്കാരുണ്ട്. ഫോക്ക് ടെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്ലൂഡിങ് പ്രോവർബ്സ് ഉണ്ട്, അതുപോലെ തന്നെ മേക്ക് പ്രിൻ്റ് ഇൻ ദ പൊളിറ്റിക്കൽ സ്ഫിയർ, അതുപോലെ റിലീജിയസ് ഡിസ്കോഴ്സസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോക്ക് ടെയിൽസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് മെയിൽ സെൻറ്റേർഡ് ടെയിലാണ്. എന്ന് വെച്ചാൽ ഹീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹീറോ എന്ന് പറയുന്നത് പ്രൊമിനൻ്റ്ലി മൂവ് ഔട്ട് ഓഫ് ഫാമിലി ആൻഡ് they search for adventure of woman has no importance, വുമൻസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ ഓൺലി മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ദെൻ വിമൻ സെൻറ്റേർഡ് ടെയിൽ ഉണ്ട്. വിമൻ സെൻറ്റേർഡ് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് സേവിങ് ഓർ റിവീവിങ് മെന്നിനെ വിമൻ തന്നെ രാജകുമാരി പോയി രാജകുമാരനെ സഹായിക്കും, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഉണ്ടല്ലോ. വിമൻ തന്നെ ഹീറോസ് ആണ്, വിമൻ ആയിട്ടുള്ള പ്രിൻസസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റോറീസ് നമുക്കറിയാമല്ലോ. അസ്യൂം ദ റോൾ ഓഫ് ഹീറോയിൻ്റെ റോളാണ് ഇതിനകത്ത് മെയിൻ. പക്ഷേ മെയിൽ സെൻറ്റേർഡ് സ്റ്റോറിയിൽ വിമൻ ഒരു ഇമ്പോർട്ടൻസും കാണത്തില്ല. പിന്നെ ടെയിൽസ് അബൌട്ട് ഫാമിലീസിനെ പറ്റി പറയും. നമുക്ക് സിൻഡ്രല്ല സ്റ്റോറിയിൽ ഒരു ഫാമിലിയാണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫാമിലി സ്റ്റോറീസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓർഡിനറി ഗേൾ, അതിൻ്റെ കാര്യമല്ല, അവൾ പ്രിൻസസ് ആവുന്നതിലും എന്തുമായാലും, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കഥ പറയുന്നതുണ്ട്. ടെയിൽസ് അബൌട്ട് ഫെയ്റ്റ്, ഗോഡ് ആൻഡ് ഡെമോൺസ്. പിന്നെന്താണ് ഡെമോൺസ് അല്ലെങ്കിൽ ഗോഡ് അല്ലെങ്കിൽ ഫെയ്റ്റ്, അങ്ങനെയുള്ള ഫെയ്റ്റിനെ പറ്റിയുള്ള സ്റ്റോറീസ് എല്ലാം ഫെയ്റ്റാണ്, അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റോറീസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഹ്യൂമറസ് ടെയിൽസ്, അത് വേറൊരു ടൈപ്പ് ഓഫ് ടെയിൽസ് ആണ്. ഇതെന്ന് പറയുന്നത് such tales are of the power are shown by stupid and they are basically to alter. അപ്പോൾ ഹ്യൂമറസ് രീതിയിൽ പോർട്രേ ചെയ്യുന്ന സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ആനിമൽ ടെയിൽസ് ഉണ്ട്. അത് യൂഷ്വലി അബൌട്ട് സ്മോൾ അനിമൽസിനെ പറ്റി പറയുന്നത്. അനിമൽ ടെയിൽസ് നമുക്കറിയാലോ, ഫോക്ക് അനിമൽ ടെയിൽസും നമ്മൾ അനിമൽ ഫോം എന്ന് പറയുന്നൊരു വർക്കൊക്കെ ഉണ്ടല്ലോ, ഒരു അനിമൽ ടെയിൽ, അതുപോലെയുള്ള അനിമലിന് തന്നെ ഹ്യൂമനൈസ് ചെയ്ത് എഴുതുന്ന ടെയിൽസ്. പിന്നെ സ്റ്റോറീസ് അബൌട്ട് സ്റ്റോറീസ്, അതായത് സ്റ്റോറിക്കകത്ത് തന്നെ സ്റ്റോറീസ് ഉള്ളത്, അങ്ങനെയുള്ള ടെയിൽസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ടെല്ലേഴ്സ് ഓഫ് ദ ഫോക്ക് ടെയിൽ റിഫ്ലെക്ട്സ് ദ ടെയിൽസ് ഓഫ് ടെല്ലിംഗ് ഇൻ ദ ഫോം ഓഫ് ടെയിൽസ്. ദെൻ രാമാനുജൻ ഇത് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്ത് മെൻഷൻ സം ഓഫ് ദ ആസ്പെക്ട്സ് ഓഫ് ദ ഫോക്ക് ടെയിൽസ്, ചില ഫോക്ക് ടെയിൽസിനെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫോക്ക് ടെയിൽ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദേ ആർ കോൺട്രിബ്യൂട്ടഡ് മെനി ഫ്രേസസ് ടു ലാംഗ്വേജ് ഓൾ ഓവർ ഇന്ത്യയിലും ഉണ്ട്. ഇത് റിമൈൻഡ് ചെയ്യുന്നത് കൾച്ചറൽ ക്യാരിയേഴ്സാണ്, ദേ ആർ ഇംപെരിഷബിൾ. ഓക്കെ, അങ്ങനെയാണ് ഈ എസ്സേ എൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫോക്ക് ടെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഫെയറി ടെയിൽസ് വരാം, ഫേബിൾസ് വരാം, അതുപോലെ തന്നെ ഒരു മോറൽ സ്റ്റോറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ലെജൻസും മിത്സും ഫേബിൾസും എല്ലാം വരാം. അപ്പം A.K. രാമാനുജൻ എന്ന് പറയുന്നത് ഹിസ് എക്സ്റ്റെൻസീവ് വർക്ക് ഓഫ് ഇന്ത്യൻ ഫോക്ക് ടെയിൽ എന്ന് പറയുന്നത് വളരെ പ്രീമിയർ കളക്ഷനിൽ ഓറൽ ടെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഷോക്കേസ് ദ റിച്ച് ഹെറിറ്റേജ് ആൻഡ് ഓറൽ ട്രഡീഷൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ സൗത്ത് ഏഷ്യയിൽ തന്നെ ഒരു റിച്ച് ഹെറിറ്റേജുള്ള ഓറൽ ട്രഡീഷൻ എല്ലാം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് A.K. രാമാനുജൻ എന്ന് പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോക്ക് ടെയിൽസിൽ പറയുന്നത് തന്നെ വേറൊരു പീപ്പിൾ ഗ്രോ ലിവ് ഫോക്ക് ടെയിൽ ഗ്രോസ്, അത് എവിടെ ആളുകൾ ജീവിക്കുന്നു അവിടെയെല്ലാം എന്താണ് ഈ ഒരു ഫോക്ക് ടെയിൽ വളരും എന്നാണ് പറയുന്നത്. 1976 A.K. രാമാനുജൻ്റെ
ഇന്ത്യൻ ലിറ്ററേച്ചറിലും കൾച്ചറിലും വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു റൈറ്ററായിരുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കളക്റ്റഡ് എസ്സേയ്സ് ഫോക്ലോർ സ്റ്റഡീസ് 1997 പബ്ലിഷ് ചെയ്തത് ഫ്ലോറിംഗ് ട്രീ ആൻഡ് അതർ ഓറൽ ട്രെയിൽസ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ 1991 ഫോക്ലോർസ് ഫ്രം ഇന്ത്യ എ സെലക്ഷൻ ഓഫ് ഓറൽ ടെയിൽസ് ഇൻ 20 ലാംഗ്വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അത്തിപ്പട്ടി കൃഷ്ണസ്വാമി രാമാനുജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പിന്നെ ഒരുപാട് ട്രാൻസ്ലേഷൻസും എപ്പിക്സും ഫോക്ലോർസും ഒരുപാട് ഒന്നിലധികം സബ്ജക്ട്സിൽ വ്യാപിച്ചു കിടക്കുന്ന വളരെ ഒരു ഫേമസ് സ്കോളറായിരുന്നു അദ്ദേഹം. ഓക്കെ, പിന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോക്ലോർസിൽ, അതായത് നാടോടി കഥകൾ, അതുപോലെ തന്നെ നാടകങ്ങൾ, എല്ലാത്തിലും വളരെ വിശാലമായിട്ടുള്ളൊരു ഡീപ്പായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ത്യൻ അമേരിക്കൻ സംസ്കാരത്തെയും ചിന്തയും എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്ന ഒരു പാലമായിട്ട് അദ്ദേഹം സ്വയം കരുതി. അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികൾക്കും വളരെ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡെപ്ത് ഉണ്ടായിരുന്നു. പലപ്പോഴും മൈഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ വരുന്നത്. ഇന്ത്യൻ ചിന്താരീതി ഉണ്ടോ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ചിന്താരീതിയുടെ ബേസിസിലായിരുന്നു മിക്കവാറും വർക്ക്സും. Okay, that was the end of this class. Hope it is okay. Thank you. പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ്.